നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് ജസ്റ്റ് എടുക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, അവരുടെ മനസ്സിൽ എന്താ നടക്കുന്നതെന്നൊന്ന് നോക്കാം. നിങ്ങളുടെ ബന്ധത്തിൽ നമുക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. റീഡിംഗ് എന്തൊക്കെ വന്നാലും ശരി. രണ്ട് ഡെക്ക് ഞാൻ അതും വെറും ഒറക്കിൾ കാർഡ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വരുന്ന സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ക്ലാരിറ്റി, യൂണിവേഴ്സ് തരുന്ന ക്ലാരിറ്റി, നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് നമുക്ക് എന്താ നോക്കാം. നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ എന്താണ്, അവരെന്താണ്, അവരാരാണ്, എന്താണ്, എല്ലാം എന്തൊക്കെ മെസ്സേജ് കിട്ടുമോ നമുക്കെല്ലാം നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. See, when universe supports reading, ഇതാണ് അതിൻ്റെ സൈൻ. ഓക്കെ, ഞാൻ ഇത്രയും നിങ്ങളുടെ മുമ്പിൽ ഇത്രയും ഷഫിൾ ചെയ്തിട്ടാണ് ഞാൻ എടുത്തത്. ഞാൻ പറഞ്ഞ വാക്ക് തന്നെ ഇവിടെ എൻ്റെ മുമ്പിൽ വന്നു. യെസ്, ക്ലാരിറ്റി, ട്രൂത്ത്. ഓക്കെ, നമ്മൾ സിറ്റുവേഷനെ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? കർമ്മ. ഓക്കെ, ബാലൻസ്, അപ്പോളജി, ട്രസ്റ്റ്. ഓക്കെ, ഒരു കാർഡ് കൂടി. എന്താണ് ഇത്? ഓക്കെ, ആൻഡ് ഇവിടെ റീയൂണിയൻ കാർഡ് കാണിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് ആ വാക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, റീയൂണിയൻ. ഓക്കെ, സോ യെസ്, ആക്ച്വലി ക്ലാരിറ്റി നമ്മൾ ചോദിച്ചത് യൂണിവേഴ്സിൻ്റെ അടുത്ത് ക്ലാരിറ്റി തരാൻ പറഞ്ഞു. യൂണിവേഴ്സ് ക്ലാരിറ്റി തരുന്നുണ്ട് നമുക്ക്. എന്താണ് ക്ലാരിറ്റി ഇവിടെ? നിങ്ങളുടെ പേഴ്സൺ അവർക്കിപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം വരുന്നു. അപ്പോൾ ഞാനതിന് എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ അത് പറയേണ്ടത് എന്നുള്ള രീതിക്കൊന്ന് ചിന്തിക്കുകയാണ്. അവരിപ്പോൾ കർമ്മ ഫേസ് ചെയ്യുന്നുണ്ട് അവരുടെ. അതായത് അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് അതിൻ്റെ നല്ല വിഷമമുണ്ട്, നല്ല റിഗ്രറ്റ് ഉണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് സന്തോഷമാണ്. ഞാൻ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഓക്കെ. സോ ഇവിടെ സംഭവിക്കുന്ന അതാണ്. സോ ഇവിടെ യെസ്, യൂണിവേഴ്സ് പറയാം നിങ്ങളുടെ മുമ്പിൽ കറക്റ്റായിട്ട് ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. യെസ്, ഇപ്പോൾ അവർ ചില കർമ്മ അവർ ഫേസ് ചെയ്യുന്നുണ്ട്, അവർ കർമ്മ അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കർമ്മ എന്ന് പറഞ്ഞാൽ ഇതല്ല, മീൻസ് നിങ്ങളെ വേദനിപ്പിച്ചു, അവരും അതിൻ്റെ ഒരു റിഗ്രറ്റ് അവർ അനുഭവിക്കുന്നു. അതിൻ്റെ അവർക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി അവർക്ക് എവിടെയെങ്കിലും കിട്ടിക്കാണും, ഏതെങ്കിലും തരത്തിൽ അവർക്ക് കിട്ടിക്കാണും. ഇപ്പോൾ അവരെന്താ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് സിറ്റുവേഷൻ ബെറ്റർ ആക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ബിക്കോസ് അവർക്ക് ഇപ്പോൾ തിരിച്ചറിഞ്ഞു ചില കാര്യങ്ങൾ, അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ കർമ്മ ശരിക്കും അവർക്കൊരു പാഠം കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എൻ്റെ ഇവിടെ അപ്പോളജി. യെസ്, അവർക്ക് നിങ്ങളോട് ഇനി മാപ്പ് പറയാൻ ആഗ്രഹമുണ്ട്, ഫോർഗിവ്നെസ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ മാപ്പ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ ക്ഷമിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഗിൽട്ട് ഉണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, ശരിക്കും അവർ റിഗ്രറ്റിലാണ് ഇരിക്കുന്നത്. എന്ത് തന്നെ കാര്യമുണ്ടെങ്കിലും ശരി. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ന്യായമായത് അവർ ചെയ്തിട്ടില്ല, തന്നിട്ടില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടുമാറി വേറെ തേർഡ് പാർട്ടി പോയി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തടസ്സം നിങ്ങൾക്ക് വാക്ക് തന്ന് തെറ്റിച്ചു, എന്ത് തന്നെ സാഹചര്യമായാലും ശരി. ഓക്കെ, അവർ നിങ്ങളോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് ഇപ്പോൾ അവർ തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോൾ ആ ഒരു ഗിൽട്ട് അവരുള്ളിൽ വരുന്നത്, അവരുടെ കുറ്റബോധം അവരുള്ളിൽ വരുന്നത്. ഞാൻ ഇവിടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിവൈൻ ടൈമിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഇതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഡിവൈനിന് വിട്ടുകൊടുത്തേക്കാം. ഓക്കെ, ഫോർഗിവ്നെസ് നിങ്ങൾ മനസ്സ് കൊണ്ട് കൊടുത്തോളൂ. അതൊന്നും നിങ്ങൾ മനസ്സിലൊന്നും വെച്ചിരിക്കരുത്. അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ വിഷമത്തിന് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവരനുഭവിക്കേണ്ടത് അവരനുഭവിക്കുന്നുണ്ട്, അത് യൂണിവേഴ്സായിട്ട് ചെയ്തോളൂ. ഡോണ്ട് വറി. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മാപ്പ് കൊടുത്തവരെ മനസ്സിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് വിട്ട് കളയാന്നുള്ള രീതിക്കല്ല, പക്ഷെ മനസ്സുകൊണ്ട് ആ മാപ്പ് കൊടുത്ത ആ സിറ്റുവേഷൻ, ആ കാര്യത്തിനെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയൂ. ഓക്കെ, എന്താണോ സംഭവിച്ചത് അതിന് മനസ്സൊന്ന് എടുത്ത് കളയൂ. എൻ്റെ ഇവിടെ ഫോർഗിവ്നെസ് അവർ ചോദിച്ച് വരും നിങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. കാര്യങ്ങൾ ബെറ്റർ ആക്കാനാണ് അവർ സത്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഉണ്ടായത്, സത്യം തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് ചില വേറെ ഏതെങ്കിലും കാര്യത്തിൽ നിന്ന് അവർക്കൊരു വേദന അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ച പോലെ ആരെങ്കിലും അവരെ തിരിച്ച് വേദനിപ്പിച്ച് കാണാം, അല്ലെങ്കിൽ അവർ ആ വിഷമം മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു സംഭവം അവരുടെ ലൈഫിൽ നടന്നു കാണും. അതവർക്ക് തീർച്ചയായിട്ടും ഒരു വല്ലാത്തൊരു കുറ്റബോധത്തിലാണ് ഇപ്പോൾ അവരിയ്ക്കുന്നത്. നിങ്ങളെ മുമ്പിൽ വന്ന് ഒരു മാപ്പ് പറയാൻ പോലും അവർക്കിപ്പോൾ സാധിക്കാത്തൊരവസ്ഥയാണ്. നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സിനോട് ട്രസ്റ്റ് വയ്ക്കാൻ പറയുന്നുണ്ട്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് വയ്ക്കൂ, വിട്ടുകൊടുക്കൂ, ഡിവൈൻ ടൈമിൽ ട്രസ്റ്റ് വയ്ക്കൂ. ഓക്കെ, ഇതെല്ലാം കാര്യങ്ങൾ തെളിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു സമയം വരും. യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ആക്ച്വലി കാണിച്ചു തരും. ചിലപ്പോൾ അവർക്ക് എന്താ പറ്റിയതെന്നുള്ളത് നിങ്ങൾ അറിയും, ചിലപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഡിവൈൻ ടൈമിൽ ട്രസ്റ്റ് ചെയ്യുക. അവർ നിങ്ങളുടെ മുമ്പിൽ തന്നെ യൂണിവേഴ്സ് തിരിച്ചു കൊണ്ടുവന്ന് തരും. കാരണം ഇവിടെ തിരിച്ചു വരുമെന്ന് ഞാൻ പറയാൻ റീസൺ ഏസ് ഓഫ് ഫയർ ആണ്.
ഈസ് ഓഫ് വൺസിൻ്റെയാണ്, ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ കാര്യമാണ് കാണുന്നത്. ന്യൂ സ്റ്റാർട്ട് എന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തിരിച്ച് സ്റ്റാർട്ട് ആവാനുള്ള ഒരു അവസരം വരും. വീണ്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു പാഷൻ ബിഗിൻ ആവുന്ന രീതിക്കാണ് കാണുന്നത്. ആൻഡ് ഇവിടെ റിയൂണിയൻ എന്തായാലും നമ്മൾ കണ്ടു അല്ലേ. സോ റിയൂണിയൻ ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു അടുപ്പം വീണ്ടും ഡെവലപ്പ് ആവും. പക്ഷേ തിരിച്ച് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് അവർ ചെയ്ത മിസ്റ്റേക്ക് എത്രത്തോളം ഉണ്ട്, ആൻഡ് നിങ്ങൾക്ക് എത്രത്തോളം മാപ്പ് കൊടുക്കാൻ പറ്റും, അതിനനുസരിച്ച് വേണം നിങ്ങൾ തീരുമാനിക്കാൻ. ഇതെല്ലാവർക്കും മാച്ച് ആവുന്ന കാര്യമല്ല അല്ലേ. തിരിച്ച് അവർ വരും, ഓക്കെ, അവർ വരും. ബട്ട് നിങ്ങൾ സ്വീകരിക്കണോ, മാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ, മനസ്സിൽ നിങ്ങൾക്ക് അവർക്കൊരു അവസരം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, അല്ലെങ്കിൽ കൊടുക്കണോ എന്നുള്ളതൊക്കെ ചോദ്യങ്ങളാണ്. ഓക്കെ, സോ അതിനനുസരിച്ച് നിങ്ങളുടെ ഡിസിഷൻ എടുക്കാം. ഓക്കെ, റിയൂണിയൻ കാർഡ് ഞാൻ ഇവിടെ തന്നെ വെക്കുന്നുണ്ട്, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ഇറ്റ് ബാക്ക്. ഇവിടെ ഇല്യൂഷൻ ഉണ്ടായിരുന്നു, കൺഫ്യൂഷൻ. ആദ്യം നിങ്ങൾക്ക് ഇത്രയും കാര്യം ക്ലിയർ ആയിരുന്നില്ല, കൺഫ്യൂഷൻ ആയിരുന്നു, പേഴ്സണൽ ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ അവർ നന്നായിട്ട് മനസ്സിലാക്കുന്ന സമയമാണ്. യെസ്, കർമ്മ നമ്മൾ പറയില്ലേ, എന്ത് നമ്മൾ ചെയ്യുന്നു അതിന് തിരിച്ചൊരു ഫലം എന്തായാലും എപ്പോഴായാലും നമ്മൾ അനുഭവിച്ചിരിക്കും. ആൻഡ് ഇന്നത്തെ കാലത്തൊക്കെ പറയാറുള്ളത്, പണ്ടൊക്കെ നമ്മൾ പറയും എപ്പോഴെങ്കിലും കിട്ടും എന്ന് പറയും, ഇപ്പം അങ്ങനെയൊന്നും പറയും, ഇപ്പം അപ്പപ്പാണ്, ഇമ്മീഡിയറ്റ്ലി ആണ് അതിൻ്റെയൊക്കെ റിസൾട്ട് വരിക. ഓക്കെ, സോ യെസ്, അവർ അനുഭവിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ, ഏതെങ്കിലും തരത്തിൽ അവരൊരു വേദന അനുഭവിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ആൻഡ് മാത്രമല്ല, ശരിക്കും നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ള ഒരു തിരിച്ചറിവ്, ആ കുറ്റബോധം തന്നെ ഒരു കർമ്മയാണ് അല്ലേ. അത് അവരുള്ളിൽ കിടന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരെത്രത്തോളം ആ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലൊരു അങ്ങനെ കുറ്റബോധമൊക്കെ കിടക്കുമ്പോൾ ശരിക്കും നമുക്ക് ലൈഫ് തന്നെ ഒരു നല്ല രീതിക്ക് ജീവിക്കാൻ സാധിക്കില്ല, എന്ത് തന്നെ പുറത്ത് കാണിച്ചാലും ശരി കേട്ടോ. ഓക്കെ, സോ കുറച്ച് കാര്യങ്ങൾ കൂടി ക്ലാരിറ്റി എന്തായാലും യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെസ്റ്റിനി, നോർത്ത് നോഡ്, until death tears us apart. Okay, great. Again കർമ്മയുടെ കാര്യം, വാവ്, കർമ്മയുടെ താഴെ തന്നെ കർമ്മ വന്നു. വാവ്, മൈ ഗോഡ്. ജൂപ്പിറ്റർ ആക്ഷൻ, സൺ, വെരി ഗുഡ്. ഒന്നുകൂടി, ടെംപ്ടേഷൻ, സെൽഫ് ഡിസെപ്ഷൻ, ഫൈൻ. ഓക്കെ, ഇവിടെ ഞാൻ പറയുന്നത് മൂൺ ഇൻറ്റ്യൂഷൻ വന്നിട്ടുണ്ട് വീണ്ടും. എക്സ്ട്രാ തേർഡ് പാർട്ടിയുടെ ഒരു പ്രസൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, തേർഡ് പാർട്ടിയുടെ കാര്യമായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടിയിലേക്ക് പോയി കാണാം, വേറെ ആരെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടാവാം ഒരു തേർഡ് പാർട്ടി. ഓക്കെ, ഇവിടെ കാണുന്നത് മെയിനായിട്ട് ഇത് ഒരു ഇതൊക്കെ ഡെസ്റ്റൈൻഡ് കണക്ഷൻസ് ആണ് നിങ്ങളുടെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് വരണം എന്നുള്ളത് ശരിക്കും ഒരു ഫെയ്റ്റ് ആണ്. ഓക്കെ, ഇതൊരു നമ്മൾ പറയില്ലേ പൂർവ്വജന്മങ്ങളുടെ ബന്ധമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് കാർമിക് ചാലഞ്ചസ് ഇവിടെ വരാനുള്ളതാണ്. ഇങ്ങനെ എന്തെങ്കിലും കാർമിക് വരുമ്പോൾ, തേർഡ് പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാർമിക് നിങ്ങളുടെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ അത് വരേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ഇവിടെ ചില ലെസൺസ് നിങ്ങളും പഠിക്കാനുണ്ട്, നിങ്ങൾ സെൽഫ് ലവിൻ്റെ ലെസണാണ് പഠിക്കാനുള്ളത്, വേറെ ഒന്നുമല്ല. ഓക്കെ, അവർ പഠിക്കേണ്ടത് അവർക്കും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ചില കാര്യങ്ങൾ പർപ്പസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഓരോ സിറ്റുവേഷനും നടക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. ആൻഡ് ഇവിടെ അണ്ടിൽ കർമ്മ. സോ യെസ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു കർമ്മ ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. കാർമിക് എന്ന് വിളിക്കുന്നില്ല, എന്ന് വെച്ചാൽ കാർമിക് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ വല്ലാതെ ഇതിലേക്ക് തകർത്ത് കളഞ്ഞു പോകുന്ന വ്യക്തി, അങ്ങനെയല്ല ഇത്, അത് അങ്ങനത്തെ അല്ല. ബട്ട് ഇതിലൊരു ലെസൺ ഉണ്ട് നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ആൻഡ് ആ ലെസൺ ഞാൻ പറഞ്ഞു ഇപ്പോൾ. സോ യെസ്, എന്തോ ഒരു പർപ്പസ് ഉണ്ട്, ആ ഒരു പാഠം നിങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ഒരാളോട് അറ്റാച്ച്ഡ് ആവുക, അല്ലെങ്കിൽ കോഡിപ്പെൻഡൻ്റ് ആയി പോവുക, അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇവിടെ യെസ്, നിങ്ങൾ തമ്മിലുള്ളതും അഗൈൻ ഇത് കോൺട്രാക്ട് എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അടുക്കാനുള്ളതും എഴുതിയിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതും ഒക്കെ ഒരു റിട്ടൺ ആണ് എന്ന് പറയാം, വിധിയിൽ ഫെയ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് എന്ന് പറയാം. സോ ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ മാറ്റാനും നിങ്ങളുടെ പേഴ്സണൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഞാൻ യെസ്, അഗൈൻ കർമ്മ ഒരേ. സാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ കർമ്മയുടെ കാർഡാണ്. സാറ്റേൺ എന്ന് പറഞ്ഞാൽ ശനിയാണ്. ശനി എന്ന് പറയുന്നത് നമ്മൾ കർമ്മയുടെ എന്താണ് പറയുക. ഓക്കെ, അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഏതെങ്കിലും പൂർവ്വജന്മത്തിൽ ചെയ്തായാലും ഈ ജന്മത്തിൽ ചെയ്തായാലും ചില കാര്യങ്ങളുടെ ഒരു റിസൾട്ട് നമ്മൾ അനുഭവിക്കേണ്ട സമയം എന്ന് പറയും. അതാണ് ശനി കൊണ്ടുവരുന്നത്. സോ ഇവിടെ അഗൈൻ ശനിയുടെ കാര്യവും കർമ്മയുടെ കാര്യവും ഒന്നിച്ച് വന്നിട്ടുണ്ട്. സോ യെസ്, ഡബിൾ കൺഫർമേഷൻ അഗൈൻ. നമുക്ക് യെസ്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കർമ്മ നടക്കുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. ഒരു ശനിദശയുടെ സമയമാണെന്ന് വിചാരിച്ചോളൂ. ശനിദശ ആവണമെന്നില്ല, ബട്ട് ഞാൻ പറയാം, എന്തോ ഒരു നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ചിലത് ക്ലിയർ ചെയ്യാനുള്ള സമയമാണ്. പക്ഷെ അത് നല്ലതാണ് എപ്പോഴും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള കോൺട്രാക്ട്, ആക്ച്വലി നിങ്ങൾ ഇതിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ ഒരിക്കലും പിരിയില്ല എന്നാണ് പറയുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടാണ് എന്നാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ യെസ്, ചില ലെസൺസ് വന്നു പോകും. ഓക്കെ, ആ ലെസൺസ് നിങ്ങളെ സ്ട്രോങ് ആക്കുകയുള്ളൂ, നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയുള്ളൂ, പേടിക്കേണ്ട. ഓക്കെ, അല്ലാതെ ഇത് വിട്ടുപോകാനുള്ളതല്ല. ഇതിൽ നിങ്ങൾ രണ്ടുപേരും ബെറ്റർ ആയിക്കൊണ്ടാണ് വരേണ്ടത്. അങ്ങനെ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങൾ ഓരോ തവണയും അകൽച്ച കഴിഞ്ഞ് വീണ്ടും അടുക്കുമ്പോൾ നിങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, നിങ്ങളുടെ പേഴ്സണൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന രീതിക്ക് നോക്കുക. മാറിയില്ലെങ്കിൽ അത് നിങ്ങൾ മാറ്റാനുള്ള ശ്രമം നടത്തുക. എങ്ങനെയാണ് സൈക്കിൾസ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. ജൂപ്പിറ്റർ ആക്ഷൻ, യെസ്, നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കും. ഓക്കെ, അവർക്ക് മനസ്സിലാവുന്നുണ്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ. ആൻഡ് ഇവിടെ ഈ കർമ്മയുടെ പീരീഡ് ഒന്ന് കഴിയുമ്പോൾ അവർ ആക്ഷൻ എടുക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആക്ഷൻ ആയിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഓപ്പർച്യൂണിറ്റീസ് വരും നിങ്ങൾക്ക് കൂടുതൽ, അല്ലെങ്കിൽ അവസരങ്ങൾ
നിങ്ങൾക്ക് ഇത് ബെറ്റർ ആക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ വരും എന്നാണ്. ആൻഡ് സൺ ഉണ്ട്. സോ യെസ്, സ്ട്രോങ് ആവും, നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടി സ്ട്രോങ്ങർ ആവുന്നത്. ആക്ച്വലി ഇവിടെ ഫയർ ഉണ്ട്, ഇവിടെയുണ്ട്. സോ ഈ നമ്മൾ പറയില്ലേ, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ പലതവണ നമ്മൾ ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഒരു സ്വർണം നമ്മൾ തീയിലിട്ട് ചുട്ടെടുക്കുന്നതായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുപോലെ തിളക്കമാണ് വരാൻ പോകുന്നത്. ഓക്കെ, അതാണ് ആവാൻ പോകുന്നത്. പ്യൂരിഫൈ ആണ് ആവാൻ പോകുന്നത്. ഓക്കെ, പ്യുവർ ആണ് ആവാൻ പോകുന്നത്. പക്ഷെ അതിനു വേണ്ടി മാറിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ചേഞ്ചസ് വരുത്തണം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത് കാണുന്ന വ്യക്തികൾ, മറ്റുള്ള അവർക്ക് പേഴ്സൺ അറിയില്ല എന്ന് വയ്ക്കാം, നിങ്ങളിത് കാണുന്നുണ്ട് അല്ലേ, നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട് ശരിക്കും യൂണിവേഴ്സ് തരുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നുണ്ട്. സോ നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങും. സെൽഫ് ലവിലേക്ക് വരൂ. പേഴ്സണിനെ ഡിപ്പെൻഡ് ചെയ്ത് കോഡിപ്പെൻഡൻ്റ് ആവരുത്. പക്ഷേ എന്ന് വെച്ചാൽ സ്നേഹം വിട്ട് കളയാനല്ല പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ട് തന്നെ, പക്ഷേ അവരിൽ ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കുക എന്നാണ്. ഓക്കെ, സെൽഫ് ലവിൽ നിൽക്കുക നിങ്ങൾ. ആൻഡ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രോങ് ബോണ്ടാണ്. നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് അഗെയിൻ ബ്രേക്ക് ആവില്ല എന്നുള്ളൊരു മാറ്റർ ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇടയിൽ ചില കാര്യങ്ങൾ വരും, ഡിസെപ്ഷനും വരും, ചില കാർമിക് സിറ്റുവേഷൻസ് ഇടയിൽ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ചില മേ ബി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചിലപ്പോൾ ടെംപ്റ്റേഷൻ വന്നു, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി എന്ന് കണ്ടത് അവരുടെ ലൈഫിലൊരു ടെംപ്റ്റേഷൻ വന്നതാണ്. ഓക്കെ, നിങ്ങൾ ശരിക്കും ഒരു ടെസ്റ്റായിട്ട് നിങ്ങൾ കണക്കാക്കിക്കോളൂ. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിന് അവർ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചില കാർമിക് ഇടയിൽ കൊണ്ടുവന്നിടുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലും വരും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് അവരോട് എത്രത്തോളം അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്നുള്ളൊരു ടെസ്റ്റിന് എങ്ങനെയാണ് മനസ്സിലാക്കാന്ന് വെച്ചാൽ, ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഏതെങ്കിലും, അതായത് ഈ പേഴ്സൺ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങളെ കെയർ ചെയ്യുന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇല്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ വേറെ ആരെങ്കിലും വരും ഇടയിൽ. ഓക്കെ, അതൊരു ടെംപ്റ്റേഷൻ യൂണിവേഴ്സ് കൊണ്ടുവന്ന് ഇടുകയാണ് അവിടെ. ഓക്കെ, അങ്ങനെ ആ ഒരു ടെംപ്റ്റേഷൻ കൊണ്ടുവന്ന് ഇടുമ്പോൾ നിങ്ങൾ അതിലേക്ക് മാറിപ്പോവോ എന്നുള്ള, അല്ലെങ്കിൽ അതോ നിങ്ങൾക്ക് ഈ പേഴ്സണിനെ തന്നെയാണോ വേണ്ടത് എന്നൊക്കെ ഒരു ടെസ്റ്റൊക്കെ വരും. ഓക്കെ, അതുമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. എനിവേ, ഇവിടെ നമുക്ക് ഫൈനലി നമുക്ക് റിയൂണിയൻ ഉണ്ടായിരുന്നു. സോ യെസ്, തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ റിയൂണിയൻ പോസിബിൾ ആണ്, നടക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, ഞാൻ ഈ ഡെക്ക് കൂടി എടുത്തു വെച്ചു. സോ ലെറ്റ്സ് സീ ഇതിലെന്താ പറയുന്നത് നോക്കാം. എന്തായാലും ഇതൊരു ക്ലാരിറ്റി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുവാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ആൻഡ് മാറ്റാൻ ശ്രമിക്കുക, നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അവർക്ക് സ്നേഹം ഉണ്ടോ ഇല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കേണ്ട. അതിൽ കാര്യമില്ല, അതുണ്ട്, അവർക്ക് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് അവർ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ, നിങ്ങൾ മാറുന്നുണ്ടോ, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാം. ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യാൻ തുടങ്ങുക, അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുക. അപ്പോൾ ആ പേഴ്സണലിൽ മാറ്റം വരും. അപ്പോഴാണ് അവരിൽ മാറ്റം വരിക. അത് മനസ്സിലാക്കുക. കൺഫ്യൂഷൻ അഗൈൻ, നേരത്തെ നമ്മളിവിടെ ലാസ്റ്റ് വന്നത് മൂൺ കാർഡ്, ഇല്യൂഷൻ, എന്തുകൊണ്ടായിരുന്നു. ഓക്കെ, നെഗ്ലക്റ്റഡ്, രണ്ടും കൂടെ മിക്സപ്പ് ആയി പോകില്ല എൻ്റെ കാർഡ്സ്. ഓക്കെ, റെമിനിസിങ്, ഹോൾഡിംഗ് ബാക്ക്, വൺ മോർ കാർഡ് ലാസ്റ്റ്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം. ഓക്കെ, കോൺവെർസേഷൻ കാണുന്നുണ്ട് ഇവിടെ. ഇറപ്ലേസബിൾ കമ്മിറ്റ്മെൻറ്റ്, മൈ ഗോഡ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും വരും എന്ന് കാണുന്നുണ്ട്, നിങ്ങളെ കോൺടാക്ട് ചെയ്യും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ ലൈഫിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. ഓക്കെ, അവർക്ക് പകരം വേറെ ആരൊക്കെ തേർഡ് പാർട്ടി വന്നു പോയാലും ശരി, എന്ത് പോയാലും ശരി, നിങ്ങൾ ഈ കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വെക്കുക. ദാറ്റ് എന്നെ പോലെ വേറെ ആരും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആ പേഴ്സൺ അല്ല. ഓക്കെ, ആ വിശ്വാസം നിങ്ങൾക്കാണ് ആദ്യം വേണ്ടത്. ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാം, ഞാൻ എന്നെ തന്നെ വാല്യൂ ചെയ്യുന്നുണ്ട്, എനിക്ക് എന്നെ പോലെ വേറെ ആരും ഒരു ലൈഫിൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിൻ്റെ ഇവിടെ എനിക്ക് കമ്മിറ്റ്മെൻറ്റൊക്കെ കാണുന്നുണ്ട്, എനർജി കോൺവെർസേഷൻ കാണുന്നുണ്ട്. അവർ വിളിക്കും, കോൺവെർസേഷൻ ഉണ്ടാവും, സംസാരിക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനുള്ള പോസിബിലിറ്റീൻ്റെ റിയൂണിയനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. ബട്ട് ഇവിടെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് വരാനുള്ള സമയമെടുക്കും. ആൻഡ് അതിന് ഡിവൈൻ ടൈമിൽ നിങ്ങൾ ട്രസ്റ്റ് വയ്ക്കുക. എപ്പോൾ എന്ന് ചോദിക്കേണ്ട. ഓക്കെ, ഡിവൈന് വിട്ടുകൊടുക്കുക. കാര്യങ്ങൾ മെല്ലെ മെല്ലെ മാറട്ടെ, ചേഞ്ചസ് വരട്ടെ. ഓക്കെ, അതിൻ്റെതായ സമയമെടുക്കും എന്ന് മനസ്സിലാക്കുക. നെഗ്ലക്റ്റഡ്, ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. അവർക്ക് അറിയുന്നുണ്ട് ദറ്റ് അവർ നിങ്ങളെ നെഗ്ലക്ട് ചെയ്തു, നിങ്ങളെ ശ്രദ്ധിച്ചില്ല, നിങ്ങളെ കെയർ ചെയ്തില്ല, നിങ്ങൾക്ക് വേണ്ടത് തന്നില്ല എന്നവർക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട്. ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. അവർ നിങ്ങൾ തമ്മിലുള്ള സമയങ്ങളിൽ സന്തോഷമായിട്ടുള്ള സമയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തിട്ടുള്ള ജോക്സ് ഒക്കെ അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളെ മിസ് ചെയ്യുന്നു ജനറലി പറഞ്ഞാൽ. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നു, കാണാൻ ആഗ്രഹിക്കുന്നു, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് മൈ സെൽഫ് ബെറ്റർ. അവർ നിങ്ങളോട് കാര്യങ്ങൾ കുറച്ചുകൂടി തുറന്നു, അവർ ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്, അവർ നിങ്ങളോട് പലതും തുറന്നു പറഞ്ഞിട്ടില്ല, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, അതൊക്കെ തുറന്നു പറയാമായിരുന്നു എന്നിപ്പോൾ അവർക്കൊരു വിഷമം തോന്നുന്നുണ്ട്, ഒരു റിഗ്രറ്റ് ഉണ്ട് അവർക്ക്. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം, തിങ്സ് ഡിഡൻറ്റ് ഗോ ദ വേ ഐ പ്ലാൻ. അവർ ആക്ച്വലി എന്തോ വിചാരിച്ചു, എന്തോ പ്രതീക്ഷിച്ചിട്ടായിരുന്നു അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തത്, പക്ഷേ അത് തെറ്റിപ്പോയി എന്ന് പറയില്ലേ, കാൽക്കുലേഷൻ തെറ്റിപ്പോയി അവരുടെ. മേ ബി ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് നോക്കി മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവാം, അതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വിട്ടു മാറിയ ശേഷമായിരിക്കും ചിലപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തപ്പോൾ തെറ്റിപ്പോയി എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവാം. സോ യെസ്, ചില കാര്യങ്ങൾ അവർക്കിപ്പോൾ എന്തായാലും ഒരു കുറ്റബോധമുണ്ട്, റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളതാണ്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ എനിവേ നമുക്കിവിടെ നിങ്ങളോട് പറയുന്ന മെയിൻലി സെൽഫ്
സ്റ്റൗവിൽ നിങ്ങൾ നിൽക്കും. ഓക്കെ, അവനവനെ കെയർ ചെയ്യൂ, അവൻ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.